മരിയൻ പ്രതിഷ്ഠാ ധ്യാനം 14-ാം ദിവസം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൻ്റെ 14-ാം ദിവസത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. മാതാവ് വഴി യേശുവിന് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിന് ഒരുക്കമായി ആദ്യത്തെ 12 ദിവസങ്ങളിൽ പാപത്തിൽ നിന്ന് മോചിതരാകാൻ ഉതകുന്ന ധ്യാനത്തിലും അതിനുവേണ്ടിയുള്ള മാതാവിനോടുള്ള പ്രാർത്ഥനയിലും നാം ചെലവഴിച്ചു. പാപഫലമായി നമ്മിൽ അവശേഷിച്ചിരിക്കുന്ന ദൗർബല്യങ്ങളെപ്പറ്റിയാണ് 2-ാം ഘട്ടത്തിലെ 7 ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത്. പാപത്തിലേക്കുള്ള നമ്മുടെ ചായ്വ് എന്ന ദൗർബല്യത്തെപ്പറ്റിയാണ് ഇന്നലെ നാം വിചിന്തനം നടത്തിയത്. ദൈവസ്നേഹത്തിൽ സദാ ജീവിക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ച് ദൈവത്തെക്കാൾ ഉപരി നമ്മെ തന്നെ സ്നേഹിക്കുന്നതാണ് പാപച്ചായ്വ് എന്ന് നാം കാണുകയുണ്ടായി. ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുക എന്ന ദൗർബല്യത്തെപ്പറ്റിയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ആഗ്രഹമില്ലെങ്കിലും തിന്മയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ നമുക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തിന്മ ചെയ്യാതിരിക്കാനുള്ള ദൃഢനിശ്ചയവും ആത്മാർത്ഥമായ പരിശ്രമവും ഉണ്ടായിരിക്കുമ്പോഴും ഈ സ്ഥിതി തുടരുന്നത് ഏറെ ദുഃഖകരമാണ്. ഈ ദുർഭഗാവസ്ഥയുടെ കാരണം വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യ അധ്യായം 5, 16-17 വാക്യങ്ങൾ. ഞാൻ പറയുന്നു, ആത്മാവിൽ വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവ് ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നവ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ജഡം നമ്മുടെ ആത്മാവിനെതിരാണ് എന്നതാണ് ചെയ്യാൻ ആഗ്രഹിക്കാതെ തിന്മ ചെയ്തു പോകുന്നതിനുള്ള പ്രധാന കാരണം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 400-ാം ഖണ്ഡിക അനുസരിച്ച് ഇത് ഉത്ഭവപാപത്തിൻ്റെ പരിണിത ഫലമാണ്. ആ പ്രബോധനത്തിൽ സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉത്ഭവപാപത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിൻ്റെ മേൽ ഉണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു. പ്രിയ സഹോദരരെ, ആത്മാവിൻ്റെ പ്രേരണയും ജഡമോഹവും ഒരേ സമയം നമുക്കുണ്ടായേക്കാം. എന്നാൽ ഏത് വേണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുക എന്നത് നാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അത് നമ്മുടെ തീരുമാനമാക്കുകയാണെങ്കിൽ, അത് സാധ്യമാക്കാനുള്ള കൃപാവരം ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ തീർച്ചയായും നൽകും. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അതേപ്പറ്റി നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ 4 വരെയും 12-ാമത്തെയും വാക്യങ്ങൾ. ആകയാൽ ഇപ്പോൾ ക്രിസ്തു യേശുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ ക്രിസ്തു യേശുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ജഡത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം തൻ്റെ പുത്രനെ പാപത്തെ പ്രതി പാപകരമായ ജഡത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ച് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ച് നടപ്പാക്കി.
ഇത് ജഡികമായല്ല, ആത്മീയമായി വ്യാപരിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം നിറവേറുന്നതിനാണ്. ആകയാൽ സഹോദരരെ, ജഡാനുസാരം ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയെപ്പറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്ഷ എല്ലാ തിന്മകളുടെ മേലും പൂർണ്ണവും നിത്യവുമായ വിജയമാണ്. അത് ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന നമുക്ക് തിന്മയുടെ മേൽ പൂർണ്ണ ആധിപത്യം കൈവരിക്കാൻ സാധിക്കുമെന്ന് ഈ തിരുവചനം ഉറപ്പു തരികയാണ്. ചെയ്യാൻ ആഗ്രഹിക്കാതെ തിന്മ ചെയ്തു പോകുന്ന ആ ദുരവസ്ഥ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും, വിശുദ്ധർക്കുണ്ടായിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഈ വിഷമത്തെപ്പറ്റി തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളോട് തുറന്ന് സംസാരിക്കുന്നത് കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 2 കൊരിന്തോസ് 12:7 മുതൽ വാക്യങ്ങൾ. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും ഞാൻ അഹങ്കരിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള സാത്താൻ്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് ശക്തി പൂർണ്ണമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ കൂടാരമാകേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് ആത്മപ്രശംസ നടത്തും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തോഷിക്കുന്നു. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ചെയ്യാൻ ആഗ്രഹിക്കാതെ തിന്മ ചെയ്തു പോകുന്ന അവസ്ഥയിൽ വിഷമിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ കൃപ നിശ്ചയമായി ഉണ്ടാകും എന്ന് വിശുദ്ധ പൗലോസിൻ്റെ ഈ അനുഭവ സാക്ഷ്യത്തോടു കൂടിയ വാക്കുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് മരിയൻ പ്രതിഷ്ഠയുടെ പ്രയോജനം കൂടുതൽ മനസ്സിലാകുക. മരിയൻ പ്രതിഷ്ഠ ഒരു ഭക്ത അനുഷ്ഠാനത്തെക്കാൾ ഉപരി ദൈവകൃപ നിരന്തരം തേടുന്ന ഒരു ആത്മീയ ജീവിത രീതിയാണ്. പരിശുദ്ധ കന്യകാമറിയം വഴി കൃപയുടെ വാതിലിൽ നിരന്തരം നാം മുട്ടുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് മരിയൻ പ്രതിഷ്ഠ. അതിനാൽ 33 ദിവസത്തെ പ്രാർത്ഥനയോടെ ഇത് തീരുന്നില്ല, അത് തുടരുകയാണ് ചെയ്യേണ്ടത്. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് ഈശോ നൽകിയ അന്ത്യശാസനം, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധം, ശരീരം ദുർബലം. ഈ വാക്കുകൾ എത്ര ഗൗരവപൂർവമായാണ് നാം എടുക്കേണ്ടതെന്ന് നമ്മുടെ ബലഹീനത, അതായത് ചെയ്യാൻ ആഗ്രഹിക്കാതെ തിന്മ ചെയ്തു പോകുന്ന ബലഹീനത നമ്മെ നിർബന്ധിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ദുരവസ്ഥ മാറ്റാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ അഥവാ സുഹൃതം ചെയ്യാൻ കൂടുതൽ ശ്രദ്ധിക്കുക എന്നതാണ്. കായനോട് ദൈവമായ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഉൽപ്പത്തി പുസ്തകം 4:7 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്, നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ വാതിൽക്കൽ തന്നെ പാവം പതിയിരിക്കുന്നു, അതിൻ്റെ അഭിലാഷം നിന്നിലാണ്, പക്ഷേ നീ അതിനെ കീഴടക്കേണ്ടിയിരിക്കുന്നു. അതെ,
ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന സ്ഥിതിയിൽ നിന്ന് കരകയറുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃതങ്ങൾ അഭ്യസിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നത്. ഈ ഉദ്ദേശത്തോടെയാണ് ഇന്നത്തെ വിചിന്തനത്തിൽ ക്രിസ്തീയ സുഹൃതങ്ങൾ, ദൈവിക പുണ്യങ്ങളും സാൻമാർഗിക പുണ്യങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പുണ്യങ്ങൾ അഭ്യസിക്കുന്നത് വഴി നമ്മുടെ ദൗർബല്യത്തിൽ നിന്ന് നമുക്ക് തീർച്ചയായും കരകയറാൻ സാധിക്കും. ഈ മുഖവരയോടെ നമുക്ക് ഇന്നത്തെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. ആമുഖം. ഉത്ഭവപാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ പ്രധാനമായ മറ്റൊന്ന് ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിൻ്റെ മേലുണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു എന്നതാണ്. മതബോധനം 400ാമത്തെ ഖണ്ഡിക. അതായത് ശരീരം ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് സ്വയം വ്യതിചലിച്ച് ആത്മാവിനെ എതിർക്കുന്ന ഘടകമായി മാറി. തൽഫലമായി ഒരു ആന്തരിക സംഘർഷം എല്ലാ മനുഷ്യരും നടക്കുന്നുണ്ട്. ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ദുർഭഗാവസ്ഥ. റോമാലേഖനം 7:14-17 അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ ഈ വിലാപം വ്യക്തമാക്കുന്നത് പാപം, ഉത്ഭവപാപവും വ്യക്തിപരമായ പാപവും വരുത്തി വയ്ക്കുന്ന ഭയാനകമായ അവസ്ഥയാണ്. നന്മ ഇച്ഛിക്കാൻ നമുക്ക് കഴിയും, പക്ഷേ പ്രവൃത്തിയിലാക്കാൻ പറ്റുകയില്ല. ഇച്ഛിക്കുക എന്നത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കേണ്ടത് ശരീരമാണ്. എന്നാൽ ഇച്ഛിക്കുന്ന ആത്മാവും പ്രവർത്തിക്കേണ്ട ശരീരവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അതായത് ശരീരം ആത്മാവിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല. ചുരുക്കത്തിൽ ശരീരം നിയന്ത്രിക്കുന്നതിൽ ആത്മാവ് പരാജയപ്പെടുന്നു. ധ്യാനാവസരം പോലെയുള്ള ആത്മീയ ഉണർവിൻ്റെ കാലത്ത് വളരെയേറെ നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അവയെല്ലാം പ്രാവർത്തികമാക്കാൻ ഉദാരമായ മനസ്സും നമുക്കുണ്ട്. എന്നാൽ അത് സാധ്യമാകാത്തതിനാൽ അനുദിന ജീവിതം ഒരാത്മീയ സമരമായി മാറുന്നു. രക്ഷാനുഭവത്തിന് ശേഷവും ഇത് തുടരുന്നു. രക്ഷയുടെ അനുഭവം ലഭിച്ച ശേഷവും പാപാസക്തി, അതായത് ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന അവസ്ഥ എല്ലാവരിലും ഉണ്ടെന്നതൊരു വസ്തുതയാണ്. അതായത് ധ്യാനാവസരത്തിലും മറ്റും ലഭിച്ച ശക്തമായ ദൈവാനുഭവത്തിന് ശേഷവും പഴയകാല തഴക്കദോഷങ്ങളിലേക്കുള്ള ചായ്വ് അനുഭവപ്പെട്ടേക്കാം. ഇതേപ്പറ്റി കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1426 സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ക്രിസ്തുവിലേക്കുള്ള മാനസാന്തരം, മാമ്മോദീസായുള്ള പുതിയ ജനനം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം, ഭക്ഷണമായി നാം സ്വീകരിച്ച ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എന്നിവ നമ്മെ വിശുദ്ധരും കളങ്കരഹിതരുമാക്കി. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ വിശുദ്ധയും കളങ്കരഹിതയുമായിരിക്കുന്ന പോലെ തന്നെ. എന്നാലും ക്രൈസ്തവ പ്രാരംഭത്തിൽ സ്വീകരിച്ച നവജീവൻ മനുഷ്യപ്രകൃതിയുടെ ക്ഷണഭംഗുരതയെയോ ദുർബലതയെയോ ഇല്ലാതാക്കിയിട്ടില്ല. അതുപോലെ പാപാസക്തി എന്ന് പാരമ്പര്യം വിളിക്കുന്ന പാപം ചെയ്യാനുള്ള പ്രവണതയെയും. പാപാസക്തി അനുവദിക്കപ്പെട്ടിരിക്കുന്നത് വിജയമകുടം ചൂടാൻ. പാപാസക്തി ദൈവപരിപാലനത്തിൽ അനുവദിക്കപ്പെട്ടതാണെന്നും അതിനെതിരെ മത്സരിച്ച് വിജയകിരീടം നേടാൻ വേണ്ടിയാണെന്നുമാണ് സഭ എന്നും പഠിപ്പിച്ചിട്ടുള്ളത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1264 ഖണ്ഡികയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പാപാസക്തി നമ്മിൽ കുടികൊള്ളാൻ അനുവദിച്ചിരിക്കുന്നത് നാം അതിനോട് സമരം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിന് സമ്മതം നൽകാതെ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്താൽ അതിനെ ധീരതയോടെ എതിർത്ത് നിൽക്കുന്നവരെ ദ്രോഹിക്കാൻ അതിന് കഴിയുകയില്ല. യഥാർത്ഥത്തിൽ നിയമാനുസൃതം മത്സരിക്കാതെ ആർക്കും കിരീടം ലഭിക്കുകയില്ല. ഇച്ഛിക്കുന്ന നന്മ ചെയ്യാനാവാത്ത ദുർഭഗാവസ്ഥ. ഇതുപോലെ തന്നെ ഗുരുതരമായൊരു ബലഹീനതയാണ് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. യാക്കോബ് 4:17 ഇപ്രകാരം പഠിപ്പിക്കുന്നു: ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവന് അത് പാപമാണ്. ഈ തിരുവചനം ഈ സ്ഥിതിവിശേഷത്തിൻ്റെ ഗൗരവം കൂടുതൽ വ്യക്തമാക്കുന്നു. ക്രൈസ്തവ ജീവിതം പാപരഹിത ജീവിതം എന്നതുപോലെ തന്നെ അത് സുഹൃത സമ്പന്നവുമായിരിക്കണം. പുണ്യങ്ങൾ
പരിശീലിക്കാതെ നമ്മുടെ ദുരാശകൾ ഇല്ലാതാക്കാനോ സാധ്യമായ പരിപൂർണതയിൽ എത്താനോ സന്മാതൃക വഴി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആനയിക്കാനോ ആർക്കും സാധ്യമല്ല. സുഹൃത ജീവിതം ലക്ഷ്യം വയ്ക്കണം. നാം അഭ്യസിക്കേണ്ട നന്മകൾക്ക് ക്രൈസ്തവ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് പുണ്യങ്ങൾ അഥവാ സുഹൃതങ്ങൾ. ഇവയെപ്പറ്റിയുള്ള അജ്ഞത പുണ്യസമ്പാദനത്തിന് വലിയ തടസ്സമാണ്. നേരെ മറിച്ച് അവയെപ്പറ്റിയുള്ള അറിവ് അവ പരിശീലിക്കാനുള്ള ആഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കും. പുണ്യങ്ങൾ രണ്ടായി തിരിക്കാം: സ്വാഭാവികം നാച്ചുറൽ വെർച്യൂസ്, അതിസ്വാഭാവികം സൂപ്പർ നാച്ചുറൽ ഓർ ഇൻഫ്യൂസ്ഡ് വെർച്യൂസ്. സൽപ്രവൃത്തികളുടെ നിരന്തരമായ ആവർത്തനം വഴി നാം തന്നെ സമ്പാദിക്കുന്നവയാണ് സ്വാഭാവിക പുണ്യങ്ങൾ. നമ്മുടെ ഒരു യോഗ്യതയും പരിഗണിക്കാതെ ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം നമുക്ക് തരുന്നവയാണ് അതിസ്വാഭാവിക അഥവാ നിവേശിത പുണ്യങ്ങൾ. മേൽപ്പറഞ്ഞ നിവേശിത പുണ്യങ്ങൾ ദൈവം ദാനമായി നൽകുന്നവയാണെങ്കിലും നമ്മുടെ പരിശ്രമം മൂലം അവ വളർന്ന് വികസിക്കുന്നതാണ്. കൂദാശകൾ, പ്രാർത്ഥന, സൽപ്രവൃത്തികൾ എന്നിവ വഴി ഉണ്ടാകുന്ന വരപ്രസാദ വർധനയാണ് ഈ വളർച്ച സാധ്യമാക്കുക. നിവേശിത പുണ്യങ്ങൾ ദൈവികം എന്നും സാൻമാർഗികമെന്നും രണ്ട് തരമുണ്ട്. ദൈവത്തെ നേരിട്ട് സംബന്ധിക്കുന്നവയും ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മെ എത്തിക്കുന്നവയുമാണ് ദൈവിക പുണ്യങ്ങൾ. വിശ്വാസം, ശരണം, ഉപവി എന്നിവയാണ് അവ. നമ്മുടെ സാൻമാർഗിക ജീവിതത്തിൽ അവശ്യം അനുഷ്ഠിക്കേണ്ട സുഹൃതങ്ങളാണ് സാൻമാർഗിക പുണ്യങ്ങൾ. വിവേകം, നീതി, സ്ഥൈര്യം, മിതത്വം എന്നിവയാണവ. സാൻമാർഗിക പുണ്യങ്ങൾ: 1. വിവേകം. നമ്മുടെ പരമാന്ത്യ പ്രാപ്തിക്ക് പറ്റുന്ന വിധം എല്ലാറ്റിലും ഏറ്റവും നല്ലത് സ്വീകരിക്കുന്നതിന് നമ്മുടെ ബുദ്ധിയെ പ്രേരിപ്പിക്കുന്നതാണ് വിവേകം എന്ന പുണ്യം. സ്വന്തമായ പര്യാലോചനയും ബുദ്ധിപൂർവകമായ ഉപദേശം സ്വീകരിക്കലും വിവേകപൂർവമായ തീരുമാനമെടുക്കലും ഇതിനാവശ്യമാണ്. ഇതോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുകയും വേണം. രണ്ടാമത്തെ സാൻമാർഗിക പുണ്യം നീതി. അന്യർക്ക് ന്യായമായ അവകാശമുള്ളതെല്ലാം എപ്പോഴും നൽകാൻ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു പുണ്യമാണ് നീതി. സ്ഥൈര്യം. ക്ലേശകരമായ ധാർമ്മിക നന്മ പ്രാപിക്കാൻ വേണ്ടി വിഷമതകളെയും അപകടങ്ങളെയും മരണത്തെ തന്നെയും ഭയപ്പെടാതെ പ്രവർത്തിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു പുണ്യമാണ് സ്ഥൈര്യം. എന്ത് ക്ലേശം സഹിച്ചും പാപത്തിൽപ്പെടാതെ സൂക്ഷിക്കാനും സ്നേഹിതരുടെ അസന്തുഷ്ടി പരിഗണിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനും സ്ഥൈര്യം എന്ന പുണ്യം വഴി നമുക്ക് സാധിക്കും. മിതത്വം. ഇന്ദ്രിയപരമായ സുഖേച്ഛ നിയന്ത്രിക്കുകയും ക്രമാതീതമാകാതെ സൂക്ഷിക്കുകയും ചെയ്യാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ പുണ്യം. ഉദാഹരണത്തിന്, മനുഷ്യൻ്റെ വ്യക്തിപരമായ നിലനിൽപ്പിന് ഭക്ഷണത്തോടുള്ള ആഗ്രഹവും വംശപരമായ നിലനിൽപ്പിന് ജഡിക അഭിലാഷവും ആവശ്യമാണ്. എന്നാൽ അവയെ ക്രമമായി നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അവ നമുക്ക് നാശകരമായി തീരും. ആകയാൽ മിതത്വം വളരെ ആവശ്യമാണ്. ഇനി ദൈവിക പുണ്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. വിശ്വാസം. വിശ്വാസം എന്നത് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. അതേസമയം അനിവാര്യമായി ദൈവ ആവിഷ്കൃത സത്യത്തിന് മുഴുവനായും മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര സമ്മതവുമാണ് വിശ്വാസം. മതബോധന ഗ്രന്ഥം 150 ഖണ്ഡിക. ദൈവത്തിൻ്റെ അധികാരം ആസ്പദമാക്കി വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ മനസ്സിൻ്റെയും പ്രസാദപരത്തിൻ്റെയും പ്രേരണയോടുകൂടെ ദൃഢമായി സ്വീകരിക്കാൻ നമ്മുടെ ബുദ്ധിയെ പ്രേരിപ്പിക്കുന്ന ദൈവിക പുണ്യമാണ് വിശ്വാസം. 2. ശരണം. ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയെയും നന്മയെയും ആധാരമാക്കി അവിടുത്തെ നമ്മുടെ സർവ്വനന്മയായി ആഗ്രഹിക്കാനും നിത്യഭാഗ്യവും അത് പ്രാപിക്കാനുള്ള സഹായവും ലഭിക്കുമെന്ന് പ്രത്യാശിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ദൈവിക പുണ്യമാണിത്. 3. ഉപവി. ദൈവിക പുണ്യങ്ങളിൽ ഏറ്റവും വിശിഷ്ടവും ആവശ്യകവും ഉപവിയാണ്. കാരണം സ്വർഗത്തിലും ഇത് നിലനിൽക്കുന്നു. ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ കാണാനാവാത്തതിനാൽ അവിടന്നിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്വർഗത്തിലാകട്ടെ അവിടുത്തെ സ്വന്തമാക്കിയതിനാൽ അവിടുത്തെ സ്നേഹിക്കുകയേ വേണ്ടൂ. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് ഉപവി എന്ന ദൈവിക പുണ്യം നമ്മെ പ്രേരിപ്പിക്കുന്നു.
യേശു സ്വതന്ത്രമാക്കും. ചെയ്യരുതാത്ത തിന്മ ചെയ്തു പോകുന്ന ബലഹീനതയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യാൻ പറ്റാത്ത ബലഹീനതയും പരിഹരിക്കുന്നതിനുള്ള വഴി വിശുദ്ധ പൗലോസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റോമാലേഖനം 8:36. ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, മറിച്ച് ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി. ദൈവത്തിന് സ്തോത്രം. റോമ 7:22-25 വരെ വാക്യങ്ങൾ. യേശു ക്രിസ്തുവാണ് യഥാർത്ഥ പ്രതിവിധി. ക്രിസ്തുവിന് നമ്മിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ അവിടുന്ന് ഈ ബലഹീനത പരിഹരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 8:36 ഈശോ പറയുകയാണ്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. പരിശുദ്ധ മറിയം നിത്യസഹായിക. കന്യകാമറിയം വഴി ഈ മോചനത്തിനായി യേശുവിനെ സമീപിക്കുക എത്രയോ അർത്ഥവത്തായ കാര്യമാണ്. കാനായിൽ വെച്ച് യേശുവിനെ അവൻ്റെ രക്ഷാകര സമയത്തിലേക്ക് മറിയമല്ലേ നയിച്ചത്. ആ കുടുംബത്തിൻ്റെ ദയനീയ സ്ഥിതിയിൽ മനസ്സലിഞ്ഞ ആ അമ്മ അതിലും വലിയ നമ്മുടെ ദുരവസ്ഥയിൽ, അതായത് ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന അവസ്ഥയിൽ കരുണ തോന്നി നമുക്ക് വേണ്ടി ദരിദ്രക്കുമാരുടെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കാതിരിക്കുമോ? വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നു, പരിശുദ്ധ മറിയം തൻ്റെ മക്കളുടെയും വിശ്വസ്ത ദാസരുടെയും മേൽ തൻ്റെ ആനുകൂല്യങ്ങൾ കുന്നുകൂട്ടുകയും അവർക്ക് സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹങ്ങളും യേശുവുമായുള്ള ഐക്യവും സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിലും ഉപരിയായി അവരെ ഈശോയിലും ഈശോയെ അവരിലും വസിപ്പിക്കുന്നു. അവൾ അവരെ കാത്തു സൂക്ഷിക്കുന്നു. കൃപാവരം നഷ്ടമാക്കിയേക്കുമോ, ശത്രുക്കളുടെ കെണികൾ വീണുപോകുമോ എന്ന ഭയത്താൽ അവൾ അവർക്ക് നിരന്തരം കാവൽ നിൽക്കും. അവൾ പുണ്യവാന്മാരെ പൂർണ്ണതയിൽ കാത്തു സൂക്ഷിക്കുകയും അവരെ അതിൽ അന്ത്യം വരെ നിലനിർത്തുകയും ചെയ്യുന്നു. യഥാർത്ഥ മരിയഭക്തി 212 ഖണ്ഡിക. ബൈബിൾ വായന. യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. തീത്തോസ് 2:14. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അർപ്പണത്തിലൂടെ എന്നേക്കുമായി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകസമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണമാക്കിയിരിക്കുന്നു. എബ്രായർ 10 വാക്യം 10-14. പ്രാർത്ഥന. കർത്താവായ യേശുവേ, ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നതും ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാത്തതുമായ എൻ്റെ ദുർഭഗാവസ്ഥ അങ്ങേ സന്നിധിയിൽ ഞാൻ വേദനയോടെ സമർപ്പിക്കുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യനാണെങ്കിലും അങ്ങേക്ക് എന്നെ പൂർണ്ണമായി മോചിപ്പിക്കാനാകുമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. വരപ്രസാദപൂർണയായ മറിയത്തിൻ്റെ സഹായത്താൽ ദിവ്യനാഥ, ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്ന സൗഭാഗ്യാവസ്ഥയിലേക്ക് എന്നെ മോചിപ്പിക്കണമേ. സകലവിധ പാപസ്വഭാവങ്ങളിൽ നിന്നും മോചിതമായി വിശ്വാസം, ശരണം, ഉപവി എന്നീ ദൈവിക സുഹൃതങ്ങളിൽ വളരുവാൻ ദൈവമാതാവിൻ്റെ സംരക്ഷണം എനിക്ക് നൽകണമേ. വിവേകം, നീതി, സ്ഥൈര്യം, മിതത്വം എന്നീ സാൻമാർഗിക പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള കൃപയ്ക്കായി മാതാവിൻ്റെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സൽകൃത്യം. യേശുവിൻ്റെ കുരിശുവണ്ണത്തിൻ്റെ ശക്തിയെപ്പറ്റി 10 മിനിറ്റ് ധ്യാനിക്കുക. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക. നിന്റെ വിശ്വാസികളുടെ ഹൃദയങ്ങൾ നീ നിറയ്ക്കുക, നിന്റെ സ്നേഹാഗ്നിയാൽ അവരെ ജ്വലിപ്പിക്കുകയും ചെയ്യുക. സർവേശ്വര, നിന്റെ അരൂപി അയയ്ക്കുക, അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും, ഭൂമുഖം പുതുതാവുകയും ചെയ്യും. പരിശുദ്ധാരൂപിയുടെ വെളിവാൽ വിശ്വാസികളുടെ ഹൃദയങ്ങളെ പഠിപ്പിച്ച സർവേശ്വര, ഈ അരൂപിയുടെ സഹായത്താൽ ചൊവ്വുള്ളവ ഗ്രഹിക്കാനും അവിടുത്തെ ആശ്വാസത്തിൽ നിത്യം ആനന്ദിക്കാനും കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ,
ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടലിലെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പരിശുദ്ധ ദൈവമാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ,
കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തതയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിറബലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വൃഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലിഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരൂപതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതാവേ സ്വസ്തി, കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിന്റെ വാതിൽ, ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ ആ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വായുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെ ഉണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകയെ, ദയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതയെ ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാദങ്ങളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ.